നമുക്കൊരു ലോങ് ഡ്രൈവ് പോയാലോ? ഒരുപാട് വലിയ ലോങ് ഡ്രൈവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് അങ്കമാലിയിൽ നിന്ന് ഒരു 2 hours ട്രാവൽ ഉണ്ട്. സ്നേഹതീരം ബീച്ച് നമ്മുടെ ട്രാഫിക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. അത്യാവശ്യം നല്ല റോഡുകളായതുകൊണ്ട് ഒരുപാട് വലിയ ട്രാഫിക് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഡിസിഷൻ എടുത്തത് ഉച്ചയ്ക്കാണ്. ഉച്ചയാവുമ്പോൾ നമുക്ക് എന്തായാലും വിശക്കൂലോ. അപ്പൊ ഞങ്ങള് ഒരു കുഴിമന്തി കഴിക്കാനായിട്ട് കയറി. ഞാൻ കരുതിയിരുന്നത് ഈ കുഴിമന്തി കഴിക്കുന്നതോടെ ഞങ്ങൾ ട്രാവലിന്റെ ആഗ്രഹം തീരും, ഉറങ്ങാൻ തിരിച്ചു വീട്ടിലേക്ക് പോകുമെന്നാണ്. ബട്ട് ഞങ്ങള് അത്യാവശ്യം നല്ലൊരു കുഴിമന്തി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് നല്ലപോലെ കഴിച്ചു. ബട്ട് അതിൽ പറഞ്ഞില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട്, തിരിച്ചു പോകാമെന്ന് അതിൽ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ക്ലൈമറ്റ് ഒക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചൂടുമില്ല മഴയുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ തൃശ്ശൂർ ആയതുകൊണ്ട് ഞങ്ങൾ വലിയ കാടും മലയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഡ്രൈവ് സ്നേഹതീരം ബീച്ചിലേക്ക് പോവാം. അപ്പൊ ഞാൻ പോകുന്ന വഴിയിൽ നിറയെ അമ്പലങ്ങളാട്ടോ കണ്ടത്. കുറെ അമ്പലങ്ങൾ കണ്ടു. അതുപോലെ തന്നെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നു, പുതിയ പുതിയ റോഡുകൾ. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക്. നല്ലൊരു നല്ലൊരു ഡ്രൈവ് ആയിരുന്നു കേട്ടോ ഇത്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോയി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് നിർത്തി. ഇങ്ങനെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് നിർത്തി. ഒരു പാടമാണോ പുഴയാണോ എന്തോ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ അമ്പലങ്ങളിൽ ഒരെണ്ണം ഇതാണ് കേട്ടോ, തൃപ്രയാർ അമ്പലം. നല്ല നല്ല വ്യൂ ആണ് ഇത് കാണാനായിട്ട്. രാമന്റെ അമ്പലമാണ്. ഈ അമ്പലങ്ങൾ കാണുമ്പോൾ ഞാനത് നോക്കാറുണ്ട്. രാമന്റെ അമ്പലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അമ്പലത്തിന്റെ സൈഡിൽ പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ കൊളീഗ് പറഞ്ഞു ഇത് ചുറ്റമ്പലത്തിലൊരു അമ്പലമാണെന്ന്. ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാട്ടോ പോയത്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുമ്പോഴും. അതിന്റെ സൈഡിൽ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഫൈനലി ഞങ്ങൾ അങ്ങനെ സ്നേഹതീരം ബീച്ചിലെത്തി. നല്ല ബീച്ചാണ് കേട്ടോ. നല്ലൊരു ആംബിയർ നൽകുന്ന ഒരു ബീച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബീച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണ്. ആ പാർക്കിൽ ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ബീച്ചിന്റെ. ഞാൻ അതുകൊണ്ട് കുറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാനത് അങ്ങ് ആസ്വദിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും പോണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം പോയി ഒന്ന്. അപ്പൊ ബൈ, ഹാവ് എ നൈസ്